ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് മുതലുള്ള കഥ പറയാനുള്ള ഒരു ബൈക്ക് ബ്രാൻഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 75 വർഷത്തിലധികം ചരിത്രമുള്ള ഈ ഒരു ബൈക്ക് ബ്രാൻഡ് ഇന്നും നിരത്തുകൾ കീഴടക്കി മുന്നേറുകയാണ്. ഈ ഒരു ബ്രാൻഡ് ജനിച്ചത് 1932 ഇംഗ്ലണ്ടിലെ റെഡിച്ചിലാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം ആരംഭിക്കുന്നത് 1955 ഇന്ത്യയിലേക്ക് ഈ ബ്രാൻഡ് വന്നതോടുകൂടിയാണ്. റോയൽ എൻഫീൽഡ് എന്ന ഈ കമ്പനി ഇന്ത്യൻ ആർമിക്ക് ബൈക്ക് നിർമ്മിക്കാനായി മദ്രാസിൽ ഒരു അസംബ്ലി യൂണിറ്റ് ആദ്യം സ്ഥാപിച്ചിരുന്നു. അങ്ങനെ 1955 മുതൽ അവർ ഇന്ത്യയിൽ ഈ ബൈക്ക് അസംബിൾ ചെയ്തു തുടങ്ങി. 1960കളായതോടെ പൂർണ്ണമായും ഈ ബൈക്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങി. പിന്നീട് ബ്രിട്ടീഷ് പാരൻ്റ് ഷട്ട് ഡൗൺ ആയി ഇന്ത്യയിൽ ഈ ബ്രാൻഡ് തുടർന്നു വന്നു. ദശകങ്ങളോളം ഇന്ത്യൻ ആർമിയും പോലീസ് ഫോഴ്സും മറ്റു ടഫ് റൈഡേഴ്സും എല്ലാവരും അവരുടെ ഒന്നാമത്തെ ചോയ്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ബൈക്കായിരുന്നു ഇത്. 350 cc-യുടെയും 500 cc-യുടെയും എഞ്ചിനുകൾ പവറിൻ്റെയും റോഡ് ഡൊമിനൻസിൻ്റെയും ഒരു സിമ്പിളായിട്ട് മാറിയിരുന്നു. പക്ഷേ 1990കളായതോടെ അതിൻ്റെ സെയിൽസ് നല്ല രീതിയിൽ കുറഞ്ഞു. ചെറുപ്പക്കാരായ റൈഡേഴ്സ് ഇതൊരു ഹെവിയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കായിട്ട് അവർക്ക് തോന്നി. അതുകൂടാതെ ഇതിൻ്റെ മൈലേജ് വലിയൊരു പ്രശ്നമായിരുന്നു ആ സമയത്ത്. പക്ഷേ പിന്നീട് എയ്ച്ചർ മോട്ടോഴ്സ് ഈ കമ്പനി ഏറ്റെടുക്കുകയും അതിൻ്റെ CEO ആയിരുന്ന സിദ്ധാർത്ഥ് ലാൽ കമ്പനിയിൽ പല മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. പുതിയ എഞ്ചിനുകൾ, ലൈറ്ററായിട്ടുള്ള ഫ്രെയിംസ്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ, അങ്ങനെ പുതിയ ചില ടെക്നോളജികൾ ബൈക്കുകളിൽ കൊണ്ടുവരികയും കമ്പനിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുകയും ചെയ്തു. പഴയ നൊസ്റ്റാൾജിയ നിലനിർത്തുന്നതോടൊപ്പം പുതിയ ചില അപ്ഡേറ്റുകളും ബൈക്കിൽ കൊണ്ടുവന്നതോടെ വളരെ പെട്ടെന്ന് ഈ ഒരു ബ്രാൻഡ് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റി. ലഡാക്ക് റൈഡുകൾ മുതൽ ബുള്ളറ്റ് ക്ലബ്ബുകൾ വരെ രാജ്യം മൊത്തം ഈ ഒരു ബ്രാൻഡ് ഇത് ജസ്റ്റ് ഒരു മോട്ടോർ സൈക്കിൾ മാത്രമായിരുന്നില്ല, ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു, ഒരു ബ്രദർഹുഡ് ആയിരുന്നു, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇന്ന് റോയൽ എൻഫീൽഡ് 60ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റിയാക്കപ്പെടുന്നുണ്ട്. അതിനണ്ടറുള്ള ഹിമാലയൻ, ഹണ്ടർ, മെറ്റിയോർ, അങ്ങനെ പല ബ്രാൻഡുകളും പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബുള്ളറ്റ് എന്നുള്ള ഒരു സോള് അതിപ്പോഴും നിലനിർത്താൻ അതിന് പറ്റിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ജനിച്ച് ഇന്ത്യയുടേതായി മാറിയ ഒരു കഥയാണ് റോയൽ എൻഫീൽഡിന് പറയാനുള്ളത്. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ താഴെ ചെറിയ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്.